നമസ്തേ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എംപതി ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കുറച്ച് വർഷം മുമ്പെയാണ് ഈ വേർഡിനെ കുറിച്ച് കേൾക്കുന്നത്. സിമ്പതി ഞാൻ കേട്ടിട്ടുണ്ട്, സഹതാപം. പക്ഷേ എംപതി ഞാൻ കേട്ടിട്ടില്ല. കുറച്ച് നാൾ മുന്നേ, ഒരു 7 വർഷം മുന്നേ, ജസ്റ്റ് റെഗുലർലി ഓരോ ആളോട് സംസാരിക്കുമ്പോഴാണ് ആ ആൾ എന്നോട് പറഞ്ഞു, ഐ എം എൻ എംപാത്ത്. അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഈഗോ എന്ന് പറയാൻ പറ്റില്ല, മനസ്സിലാവാനിട്ടും മനസ്സിലായി എന്ന് പോലെ ഞാൻ ഇരുന്നു. അത് ചോദിക്കാനൊരു മടിയിരിക്കും. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു, റീഡ് ചെയ്തു, അല്ലെങ്കിൽ റിസർച്ച് ചെയ്തു. വാട്ട് ഈസ് എംപതി? എന്താണ് സംഭവം? അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ ഒന്ന് നോക്കി. സിമ്പതി നമുക്ക് എല്ലാവർക്കും അറിയാം. ആരെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾക്ക് അവരോട് തോന്നുന്ന ഒരു സഹതാപം. പക്ഷേ എംപതി കുറച്ചും കൂടി സിമ്പത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല. മേ ബി സംതിങ് എ ബിറ്റ് ഡിഫറെൻറ്റ് ഫ്രം വാട്ട് സിമ്പത്തി ഇസ്. സോ എംപതി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വിഷമോ അല്ലെങ്കിൽ പ്രോബ്ലംസോ കേട്ടിട്ട് നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് ആ വ്യക്തി എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന ഫീല് നമ്മൾ അറിയണം. വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ നമ്മൾ സെൻസ് ചെയ്യണം. അവർക്ക് വിഷമവും സങ്കടവും ഇതുണ്ടെങ്കിൽ നമ്മളും അതേപോലെ വിഷമിക്കുന്നു, സങ്കടപ്പെടുന്നു, ചിലപ്പോൾ കരയുന്നു. ഇറ്റ് ഈസ് കോൾഡ് എംപതി. ആൻഡ് വിത്തൗട്ട് ജഡ്ജിങ് അതുമുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഈ എംപതിക്ക് വേണമെങ്കിൽ നമുക്കൊരു 3 പാർട്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ എംപതി. ഇമോഷണൽ എംപതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ദറ്റ് വാട്ട് ദേ ഫീൽ. ആൻഡ് ദെൻ കംസ് കോഗ്നിറ്റീവ് എംപതി. ഞാൻ എഴുതി വെച്ചിട്ടാണ് പറയണം കേട്ടോ, കാരണം ഞാൻ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ ഞാൻ ഈ 3 ടൈപ്സ് എഴുതി വെച്ചിട്ടാണ് പറയണത്. കോഗ്നിറ്റീവ് എംപതി. കോഗ്നിറ്റീവ് എംപതി എന്ന് പറയുന്നത് അവരെന്താണോ ഫീൽ ചെയ്യുന്നത് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ആൻഡ് ദെൻ കമ്പാഷനേറ്റ് എംപതി. കമ്പാഷനേറ്റ് എംപതി കുറച്ചും കൂടി ഹയർ ലെവലിലേക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, പ്ലസ് അതിൻ്റെ കൂടെ അവരെ സഹായിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയും കൂടി നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വന്നത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ, എൻ്റെ വർക്ക് പ്ലേസിലൊരു ലേഡി ഉണ്ട്. ഇന്നലെ എന്നോട്, സാധാരണ ഞാൻ അങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ വർക്ക് പ്ലേസിൽ ചോദിക്കാറില്ല. പക്ഷെ ഇന്നലെ അവർ എന്നോട് വന്നിട്ട് പറഞ്ഞു, അവർക്ക് അവരുടെ ഫാദർ ഇൻ ലോയുടെ ഹെൽത്ത് ക്രൈസിസ് കാരണം ലീവ് ചോദിച്ചു. അവർക്ക് ലീവ് കിട്ടിയില്ല. അവരുടെ ഫാദർ ഇൻ ലോക്ക് അവരുടെ ലെഗ് ഓപ്പറേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യാണ്, അങ്ങനെ എന്നൊക്കെ ഇപ്പോൾ ചോദിച്ചു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചു, ഹസ്ബൻഡ് എവിടെ? ഫാദർ ഇൻ ലോ ആണല്ലോ, ഹസ്ബൻഡ് എവിടെ? അവർ പറഞ്ഞു, ഹസ്ബൻഡ് ഇല്ല, ഹസ്ബൻഡ് മരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ, അപ്പോൾ നിങ്ങളാണോ നോക്കണത് എന്ന് പറഞ്ഞപ്പോൾ, അതെ ഞാനാണ് നോക്കണത്, എൻ്റെ മദർ ഇൻ ലോനെയും ഫാദർ ഇൻ ലോനെയും ഞാനാണ് നോക്കുന്നത് പറഞ്ഞു. ഓക്കെ, ഞാൻ വെറുതെ ചോദിച്ചു, എങ്ങനെയുണ്ട് നിങ്ങൾ? എനിക്കറിയാം അവരുടെ ഫാദർ ഇൻ ലോ മദർ ഇൻ ലോ വേറെ ഒരു നാട്ടിലാണ്, വേറെ ഡിസ്ട്രിക്റ്റിലാണ് അവരിവിടെ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയുണ്ട് അവർ നിങ്ങളോട്? ഹസ്ബൻഡ് മരിച്ച ശേഷം ചില വീട്ടിൽ മരിച്ച ആളുടെ ഭാര്യയ്ക്ക് ഇമ്പോർട്ടൻസ് കുറയും. അത് പല വീട്ടിലും കണ്ടുവരുന്നതുകൊണ്ട് ഒരു സിറ്റുവേഷനാണ്. പല കഥകളും നമ്മൾ കേൾക്കും. ഭാര്യയ്ക്കും കുട്ടികൾക്കും അവിടെ ഇമ്പോർട്ടൻസ് കുറയും, അവരെ ഒരു ബേർഡനായിട്ട് കാണും സൊസൈറ്റി, അതല്ലെങ്കിൽ ആ വീട്ടുകാർ. ചിലവരുണ്ട് നല്ല സ്നേഹമുള്ളവരുണ്ട്, ബട്ട് രണ്ട് കൂട്ടരുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ആദ്യത്തെ കുറച്ച് നാളൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പ്രോബ്ലമായി, അതുകൊണ്ട് ഞാൻ മാറി താമസിക്കുകയാണ് എന്നോട് പറഞ്ഞു. അപ്പോൾ ശരി, അതെ, ഓക്കെ, ഫൈൻ, അതുണ്ടാവും, അങ്ങനെ സാറില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്നോട് അവർ പറഞ്ഞു, ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു 100 സ്ക്വയർ ഫീറ്റ് റൂമിലാണ്, മുകളിൽ ഷീറ്റാണ്. അവരും അവരുടെ 2 ചെറിയ കുട്ടികളും ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത്. ഒരു ചോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളനി ടൈപ്പ് ഏരിയയിൽ. അപ്പോൾ ഇവിടുത്തെ ഒരു ചൂട് വെച്ച് നോക്കുമ്പോൾ
റൈറ്റ് ഫ്രം ദ മന്ത് ഓഫ് മാർച്ച് ടു ഒക്ടോബർ എക്സ്ട്രീം ഹീറ്റാണ്, സഹിക്കാൻ പറ്റാത്ത ചൂട്. ചെറിയ കുട്ടികൾ, ആ ലേഡി ആ ഷീറ്റിട്ട് വീട്ടിൽ താമസിക്കുന്നു എന്ന് ഞാൻ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇപ്പോഴും ഞാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. കാരണം പെട്ടെന്ന് എനിക്ക് തോന്നി ഐ ആം സോ പ്രിവിലേജ്ഡ്. പ്രിവിലേജ്ഡ് എന്ന് പറയുന്ന സമയത്ത് എനിക്കുള്ള കാര്യങ്ങൾ ആ ലേഡിക്ക് ആക്സസ് ഇല്ല. എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവർക്കില്ല. എനിക്ക് ചൂടറിയണ്ട, എനിക്ക് പോവാൻ വണ്ടിയുണ്ട്, എനിക്ക് കിടക്കാൻ രാത്രി AC ഉണ്ട്, ഫുൾ ടൈം AC ഇട്ടിരിക്കാം, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഐ ആം സോ പ്രിവിലേജ്ഡ്. അവരുടെ കാര്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ആൻഡ് ആ സമയത്ത് എനിക്ക് തോന്നി നമ്മളെപ്പോലത്തെ ഒരുപാട് ആളുകൾ, എന്നെപ്പോലത്തെ ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മളെപ്പോഴും എനിക്കതില്ല ഇതില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഇങ്ങനത്തെ എന്തെങ്കിലും ന്യൂസ് കേൾക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എൻ്റെ പ്രശ്നമൊക്കെ വളരെ ചെറിയ പ്രശ്നമല്ലേ, അതിനും ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. അവരൊക്കെ എത്ര അനുഭവിക്കുന്നുണ്ടാവും. എനിക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അവരുടെ കാര്യം ആലോചിച്ചപ്പോൾ ആ 100 സ്ക്വയർ ഫീറ്റ് ഒരു റൂമിൽ, അപ്പോൾ ആ 100 സ്ക്വയർ ഫീറ്റ് ഒരു റൂമിൽ അവർ താമസിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ കിച്ചൺ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ബാത്റൂം, അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ കുട്ടികൾ കിടന്നുറങ്ങുന്നു. അവർ പാവങ്ങൾ സ്കൂളിൽ പോകണം, ഒരു സാധാരണ സ്കൂളിൽ പോകണം. എന്നിട്ട് പോലും ആ ലേഡിക്ക് ഒറ്റ കാര്യം അവരുടെ മനസ്സിലുള്ളൂ, ആ കുട്ടികളെ പഠിപ്പിച്ച് നന്നാക്കണം. അവർ അനുഭവിക്കണ വിഷമം ആ കുട്ടികൾ അനുഭവിക്കാൻ പാടില്ല. അതാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായതിനു പലപ്പോഴും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ട്. ചില ആളുകളുടെ സ്റ്റോറി കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലാവും. അവരുടെ കൂടെ ചിലപ്പോൾ ഞാനും കരയും. അതേപോലെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ വിഷമങ്ങൾ ഞാൻ ആരെങ്കിലോട് ഷെയർ ചെയ്യുമ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ അവരുടെയും കണ്ണ് നിറയുന്ന ആൾക്കാർ ഞാനും കണ്ടിട്ടുണ്ട്. എമ്പത്തി അതാണ്. അവരുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അവരുടെ വിഷമം തട്ടുണ്ടല്ലോ, അവരുടെ ഒപ്പം നമ്മളും വിഷമിക്കും. അതാണ് എമ്പത്തി. പറഞ്ഞു വന്നത് അതല്ല. എന്നിട്ട് ഞാൻ എങ്ങനെ ക്ലോസ് ചെയ്തു ആ ഒരു ടോക്ക്. ഞാൻ അവരോട് പറഞ്ഞ് എനിക്ക് എന്നെങ്കിലും എൻ്റെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്ഥാപനമോ എന്തെങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ മേക്ക് ഷുവർ നിങ്ങൾക്ക് തർക്കേടില്ലാത്തൊരു ജോലി അവിടെ കിട്ടും. അതുമാത്രമല്ല ആ ഒരു കമ്പനിയുടെ എക്സ്പെൻസസിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു 1 BHK സുഖമായിട്ട് താമസിക്കാനായിട്ട് ഞാൻ ഒരുക്കി തരും. അത് ഞാൻ അവരോട് പറഞ്ഞു. അതെൻ്റെ വാക്കാണ്. എന്നെങ്കിലും ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ് വരികയാണ്, അവസ്ഥ വരികയാണെങ്കിൽ എനിക്ക് സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. എന്നെയും കൊണ്ട് പറ്റണത് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിട്ട് ഞാനിവിടുന്ന് പോകും. അത് മാത്രമല്ല, ഐ ഹാവ് വൺ മോർ ഡ്രീം. ദാറ്റ് ഈസ്, നമ്മുടെ ലോകത്ത് ഒരുപാട് സ്ത്രീകൾ ഒറ്റയ്ക്കുണ്ട്. ഒറ്റപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ട് പല കാരണം കൊണ്ടും. അണ്ടർ പ്രിവിലേജ്ഡ് സ്ത്രീകൾ, അവർക്ക് താമസിക്കാൻ ഒരു ഓൾഡ് ഏജ് ഹോം അല്ല കേട്ടോ, അവർക്ക് സമാധാനമായിട്ട് പേടിക്കാണ്ട് കിടന്നുറങ്ങാനും ഭക്ഷണം കഴിക്കാനും ഒരു NGO ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അവർക്ക് എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്തിട്ട്, ലൈക്ക് സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ സേഫായിട്ടുള്ളൊരു സ്ഥലം, അതൊരു ഡ്രീം പ്രൊജക്റ്റാണ്. അത് ഞാൻ ചെയ്യും. നമ്മളെ കൊണ്ട് പറ്റണ സഹായം ഈ ലോകത്ത് ജീവിച്ചിരിക്കണ വരെ ചെയ്യാം. അത്രയേ ഉള്ളൂ കാര്യം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് നെഗറ്റീവായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ടാവും. നമുക്ക് നെഗറ്റീവ് വേയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അവരൊന്നും നമ്മുടെ ലൈഫിൽ വേണ്ട. അവരെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ എക്സിസ്റ്റ് തന്നെ ചെയ്യണ്ട, കട്ട് ചെയ്ത് കളയുക. നമ്മുടെ ലൈഫിൽ പോസിറ്റീവായ ആൾക്കാർ മാത്രം മതി. അത് നമ്മുടെ ഒരു ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ ഒരു എന്താ പറയുക സ്വഭാവം അനുസരിച്ചിട്ട് തന്നെയാണ്. ഇഫ് ഐ ആം അലൗവിങ് സംവൺ ടു ഹേർട്ട് മീ, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് മീ. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മളെടുക്കണം. എനിക്ക് നെഗറ്റീവായിട്ട് ആരെങ്കിലും എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ആ നെഗറ്റീവായിട്ടുള്ള ആളെ എൻ്റെ ജീവിതത്തിലേക്ക് വരാനും എൻ്റെ ജീവിതത്തിൽ നിൽക്കാനും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെയാണ്. അവരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ നമുക്ക് പറ്റണം.
എന്നിട്ട് കുറച്ച് ആളുകൾ ആണെങ്കിലും അവരുടെ കൂടെ സന്തോഷമായിട്ട് പോസിറ്റീവായിട്ട് ജീവിക്കുക. അതേപോലെ മറ്റുള്ളവർക്ക് നമുക്ക് പറ്റണ സഹായം ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെ ഡ്രീം. ഞാൻ ഒരുപാട് ഇങ്ങനെ വീഡിയോസ് കാണാറുണ്ട്. ചില അസുഖം വന്ന കുട്ടികളും വയ്യാത്ത ആൾക്കാരൊക്കെ, അവർക്കൊക്കെ എന്തെങ്കിലും, ഈവൻ ഇഫ് ഇറ്റ് ഈസ് 100 rupees ഞാൻ അയക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ അതിൻ്റെ സോഴ്സും കൂടി നോക്കാറില്ല, അത് ഒരു കറക്റ്റാണോ തെറ്റാണോ ശരിയാണോ ഒന്നും നോക്കാറില്ല. പിന്നെ ഒരുപാട് ഫൗണ്ടേഷൻസ് ഒക്കെ ഉണ്ട്. ആ ഫൗണ്ടേഷൻസിനൊക്കെ മെയിൽ വരും ഇങ്ങനെ സഹായം ചോദിച്ചിട്ട് 200 300 പറ്റണത് എൻ്റെ കയ്യിലുള്ളത് ഞാൻ അയച്ചു കൊടുക്കും. ജസ്റ്റ് ബിക്കോസ് ഇറ്റ് സാറ്റിസ്ഫൈസ് മീ. എന്തെങ്കിലും ഒരു കുഞ്ഞു സഹായം, അറ്റ്ലീസ്റ്റ് 1 മെഡിസിൻ അവർക്ക് അതുകൊണ്ട് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു സഹായമാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞത് ഞാൻ ഒരുപാട് വൈകിട്ടാണ് കേട്ടോ. ആദ്യമൊന്നും ഞാൻ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ എൻ്റെ ലൈഫിലും ഒരു സിറ്റുവേഷൻ വന്നു വെയർ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് നമ്മുടെ ഒരു സ്വഭാവം കാരണം നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേര് എത്തുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണോ ആൾക്കാരോട് സെൻസിറ്റീവായിട്ട് പെരുമാറുന്നത്, അത് കണ്ടിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേര് നമ്മുടെ ലൈഫിലേക്ക് വരും ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത്. ആൻഡ് ഫ്രം ദാറ്റ് മോമെൻറ്റ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് നമ്മുടെ പെരുമാറ്റം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ആൻഡ് ദോസ് ഹു ആർ ഡൂയിങ് ഗുഡ്, അവരുടെ കൂടെ നമ്മൾ നന്നായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടും. നെഗറ്റീവായ ആൾക്കാർ അവരവരെ പാട്ടിൽ വിടുക. നമുക്കൊന്നും അവരെക്കുറിച്ച് അറിയണ്ട, നമുക്കൊന്നും അവരെക്കുറിച്ചിട്ട് നെഗറ്റീവ് പറയാനോ അവർക്ക് ദോഷം വരാനായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും വേണ്ട. നമ്മൾ നമ്മുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക. ഈ വീഡിയോയും ലോങ് ആണ്, ഇത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് ഞാൻ പറയും, കട്ട് ഷോട്ട് ചെയ്യും. കാരണം എന്നാലും വീഡിയോ ഷോർട്ടാവും. പിന്നെ നിങ്ങൾ ഇത് കണ്ടിട്ട് ആരും പേടിക്കണ്ടെന്നല്ല, ഇത് കണ്ടിട്ട് ആരും എന്താണിത് എന്നുള്ളൊരു മൈൻഡ് വേണ്ട. ദിസ് ഇസ് ജസ്റ്റ് എ പിമ്പിൾ പാച്ച്. ഇവിടെ ആവശ്യമില്ലാതെ ഒരു പിമ്പിൾ വന്നിട്ടുണ്ട്, നല്ല പെയിനാണ്. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെച്ചാൽ പോകുമെന്നൊക്കെ ഞാൻ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അപ്പോൾ ഞാൻ വാങ്ങിച്ചൊന്ന് വെച്ച് നോക്കിയത് ആ വേദന ഒന്ന് കുറയോ നോക്കാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ ജസ്റ്റ് ഒരു ടൈം കിട്ടിയപ്പോൾ എനിക്കൊന്ന് ഇതൊന്ന് പറയണമെന്ന് തോന്നി. നമ്മളെന്തെങ്കിലും കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് ചിന്തിച്ചാൽ വി വിൽ ഫീൽ ദാറ്റ് നമ്മൾ അനുഭവിക്കുന്നതൊന്നുമല്ല. നമ്മുടെ ചിലപ്പോൾ ടെമ്പററി ആയിട്ട് അനുഭവിക്കുന്നതായിരിക്കും. അവർ ചിലപ്പോൾ ഒരുപാട് വർഷമായിട്ട് തന്നെ ഫേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതിപ്പോൾ എന്തെങ്കിലും ഇൽനെസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി. ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു ഹെൽപ്പ് സമ്മൺ ടുഡേ, പ്ലീസ് ഹെൽപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് കൊടുക്കാൻ മടിയാണ്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നും ഇതാ പ്രോപ്പറായിട്ട് സോഴ്സിലെത്തുമോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ലെറ്റ് us ഗോ ഡയറക്റ്റ്ലി മീറ്റ് ദം. ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടാവും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. ഒന്നും ആരോടും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഒരു നേരത്തെ ഫുഡിന് ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ ഒരു മാസത്തെ റേഷൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ ചെറിയ എന്തെങ്കിലും സഹായം. അല്ലെങ്കിൽ വീട്ടിൽ ഫാനില്ല, ഒരു ഫാൻ വാങ്ങിക്കൊടുക്കുക. ഇതൊന്നും വലിയ സംഭവമല്ല, ആരും അറിയേ വേണ്ട. ഇത് ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആരോടും പറയണ്ട, ഒരു പ്രൊപ്പഗാൻഡയും വേണ്ട. ജസ്റ്റ് ബി യുവർ സെൽഫ്. ആൻഡ് കുട്ടി ഹെൽപ്പാണെങ്കിലും അവരെ സഹായിക്കുക. ഓക്കെ, ബൈ.